അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെ തന്നെയായാലും എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ അതാ നവാസും സൗദിയും മക്കളെയും എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ജമീല താത്തയുടെ വീട്ടിൽ തലേ ദിവസം കൊടുത്തയച്ച ഉണ്ണിയപ്പവും പത്തിരിയും കറിയുമെല്ലാം പിറ്റേ ദിവസം രാവിലെ മരുമകൾ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചണിൽ അതാണ് കാണുന്നത്. ആഹാ, തിരക്കിടില്ലല്ലോ, എന്തായാലും ഉമ്മ വന്നപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. കൊതിയോടെ അവൾ ആ ഉണ്ണിയപ്പങ്ങളും ബീഫും എല്ലാം കഴിക്കുന്നു. ഉമ്മ കിച്ചണിലേക്ക് വന്നു. ആ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഐഷത്ത് ഇന്നലെ തന്നതായിരുന്നു. എന്തായാലും ഓൽക്കൊക്കെ കുറച്ച് എടുത്തച്ചാളാ. ആ, വയറ് വിശന്നിങ്ങനെ കാളിരിക്കുമ്പോഴാണ് ഏതായാലും നിങ്ങളിത് കൊണ്ടുവന്നത്. അല്ല, ഇന്നലെ ഇപ്പം നട്ടപ്പാതിരാക്ക് ഇപ്പം എന്തിനാ അവിടെ പരിപാടി? ഓൽക്ക് അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കാര്യമായിട്ട്. അല്ലേ, ഉണ്ണിയപ്പം ഉണ്ട്, ഇറച്ചിയുണ്ട്, പത്തിരി എല്ലാം ഉണ്ടല്ലോ. ഇതിപ്പോൾ അവിടെ ആരെയും ഗൾഫിലേക്ക് പോകുന്നുണ്ടോ? മരുമകളുടെ ഊഹാപോഹങ്ങൾ. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ നട്ടപ്പാതിരാക്കൊക്കെ ആരായി ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണേ? എന്തെങ്കിലും പരിപാടിയില്ലാതെ കണ്ടിട്ടിത് വരട്ടി ഇറച്ചി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവിടെ ഇനിയിപ്പോൾ ഷമ്മാസറ്റ് പോകണുണ്ടോ? അതോ ഞാൻ വിചാരിച്ച പോലെ എന്താ ജി പൊന്നാര പെണ്ണജി, ദയവായി എന്നോട് ഇതൊന്നും ചോദിക്കല്ലേ. എനിക്കത് ചോദിക്കാനും പറയാനൊന്നും എനിക്ക് ഒഴിവില്ല. എന്നെക്കൊണ്ട് കുടുങ്ങിക്കണല്ലേ മനുഷ്യൻ. ഇതിപ്പോൾ എനിക്ക് തിന്നാൻ കൊടുക്കാൻ പോലെ ഇജ് എന്തിനും കുഴി എണ്ണണം. എനിക്ക് അപ്പം തിന്നാൻ പോരെ? ഓലെന്തേ കാട്ട് വരെ പോവും, എന്തേ ആയിക്കോട്ടെ, എനിക്ക് ഭക്ഷണം ഇവിടെ എത്തിക്കണം, അത് തിന്നാൽ പോരെ? അതിനെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അന്വേഷിക്കേണ്ട എന്തെങ്കിലും ആവശ്യം എനിക്കുണ്ടോ? അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. ഒന്നും ഇല്ലാതിപ്പോൾ അവിടെ എങ്ങനെ എത്രമാത്രം അന്നേരം ഒന്നിപ്പോൾ ഓലുള്ള നേരത്തെ കിടക്കുന്ന ആൾക്കാരാണ്. ആ, നേരത്തെ നെച്ച് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാകുമ്പോഴേ കുറച്ച് നേരത്തെ കിടക്കും. മറ്റുള്ളവരങ്ങനെ നേരം വൈകും ചെയ്യും. ഓല് 10, 11, 12 കിടക്കും. ഇതാ നേരം 10 മണിയായിട്ട് നീച്ചും വരും. അങ്ങനെയുണ്ട് ആൾക്കാർ. അതെ, നിങ്ങൾ എന്നെക്കുറിച്ച് വല്ലാതെ അങ്ങനെ പറയണ്ട കേട്ടോ. എന്നെക്കുറിച്ച് ഞാൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇജ്ജ് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഒന്നും പറഞ്ഞിട്ടില്ല പോരെ? അല്ലേ, ഓലിങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്നാലും ഇപ്പോൾ എന്തൊക്കെ തന്നെയായാലും സത്യം പറഞ്ഞ മരുമകൾക്ക് അവിടെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പൊന്നാര പെണ്ണേജി വേണ്ടാത്തിന് നിൽക്കണ്ട. അല്ലേ, എന്നാലും ഇപ്പോൾ പതിവില്ലാതെ മരുമകളതാ മുറ്റമടിക്കുവാൻ വേണ്ടി ചൂലുമായി ഇറങ്ങുന്നു. ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു. എന്തിപ്പോൾ സംഭവം? മറ്റേത് ഞാൻ അവിടെ പോയി പണിയെടുത്ത് വന്നാൽ ഇവിടെ ഒരു കുട്ടി നീച്ചിട്ടും ഉണ്ടാവില്ല. എന്നിപ്പോൾ എന്താ? ഓള് ചൂലുമായി അതാ ശരിക്കും ഷമ്മാസിൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്തേക്കുള്ള മതിലിൻ്റെ അടുക്കേക്ക് പോകുന്നു. എന്തപ്പോൾ മിറ്റടിച്ച് വരാതെ അങ്ങോട്ട് പോയിക്കണ്? ആ, ഒരു ഏതോന്ന് നിൽക്കേക്കാരം. നോക്കേ, മുറ്റം ഞാൻ അടിച്ചു വരിക്കോളാം, അങ്ങോട്ട് പോന്നാളാ. ഇജ്ജെന്തിനാ അവിടെ പോയി നിൽക്കണേ? അല്ലേ, ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കാനൊന്നുമില്ലല്ലോ. ഇനി പോലെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കണ്. ഉമ്മാനെ നല്ല രീതിയിൽ പറ്റിച്ചിരിക്കണെന്ന് തന്നെ പറയാം. നേരെ മരുമകൾ അങ്ങോട്ട് വന്നു. അല്ല, നിങ്ങൾ ഇത്രയും കാലം അവിടെ പണിക്ക് പോയി പണിയെടുത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളോടൊരു വാക്കുപോലൊന്നും പറഞ്ഞില്ല എന്താ പരിപാടി എന്നുള്ളത്? എന്ത് പരിപാടിയാണല്ലോ? എനിക്കിപ്പോൾ എന്താ, ഓലങ്ങനെ എന്തേലും പോവുകയും ചെയ്തോട്ടെ. ഞാൻ ഇപ്പോൾ 2 ദിവസമായാലും അങ്ങോട്ട് പോയിട്ടും. എന്നാലും അങ്ങനല്ലല്ലോ വേണ്ടിയത്. വീട്ടിലെ വേലക്കാരികളോട് കുറച്ചെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾ പറയണ്ടേ? എന്താ പെണ്ണെ, എനിക്ക് എന്തിൻ്റെ കേടാ? എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ പോകാൻ തന്നെ പോതില്ല. എൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുണ്ട്. എന്തൊക്കെയോ ദുരൂഹതകൾ അവൾക്ക് തോന്നുന്നു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഉമ്മനെ നൈസായിട്ട് പറ്റിച്ചിരിക്കണമെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉമ്മ വീട്ടിൽ വന്ന് പറയാറുണ്ട്. ആ, ഇമ്മ ഒന്നുമില്ലാന്ന് പറയും. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് ഇനി ചിലപ്പം പോകാനുള്ള ഒരുക്കോ ഇനി സൗദി എങ്ങാനും പോകുന്നുണ്ടോ എന്തോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. ജമീല താത്തയുടെ മരുമകൾക്ക് ആശങ്ക വർദ്ധിക്കുന്നു. അവൾക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവൾ നേരെയതാ റൂമിലേക്ക് വരുന്നു. അവളുടെ ഫോണെടുത്ത് നേരെയതാ മെസ്സേജ് അയക്കുന്നു ഫസീലക്ക്. എടി, പിന്നെ ഇന്നലെ രാത്രി ഉമ്മ അങ്ങോട്ട് പോയപ്പോൾ എന്തൊക്കെ ഉണ്ണിയപ്പോ, എന്തൊക്കെ ഇറച്ചി വരട്ടിയതും പിന്നെ എന്തൊക്കെ നെയ്ച്ചോറ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പോയപ്പോൾ കൊണ്ടുവന്നിക്കണ്. എന്തോ ഒരു ഫങ്ഷൻ അവിടെ ഉണ്ട്. എടി, എന്താണ്? എൻ്റെ കുട്ടികളെങ്ങാനും? അതൊന്നും അറിയില്ല. അതെ, നല്ല സുഖമായി വാഴല്ലേ അവിടെ കാക്കക്കറമ്പി സൗദ. ജമീല താത്തയുടെ മരുമകൾ ദേഷ്യം കൊണ്ടാണ് അത് പറയുന്നത്, അല്ലാതെ ഒരിക്കലും സൗദ ഭംഗിയില്ലായിട്ടൊന്നുമല്ല. ഫസീലയോട് എന്തെങ്കിലുമൊക്കെ ഏഷണയും പ്രദൂഷണവും പറഞ്ഞ് അവളെ അങ്ങ് ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവൾ വിചാരിക്കുന്നത്.
സൗദയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഫസീല കലി തുള്ളും. നാണമില്ലല്ലോ അയാൾക്ക്, 2 കുട്ടികളുടെ തന്തയായ ആൾക്ക് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നതിന്. പക്ഷെ അവൾ ചെയ്ത പ്രവൃത്തികളൊന്നും അവൾക്ക് യാതൊരു കുറ്റവും അതിലില്ല. എടി, എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട്. വൈകാതെ എൻ്റെ മാപ്പിളയും എൻ്റെ മക്കളും ഓൻ്റെ മറ്റോളും കൂടിയും പോകാനുള്ള പരിപാടി തോന്നുന്നുണ്ട്. ഒന്ന് കരുതുന്നത് നല്ലതാണ്. ജമീലത്താത്തയുടെ മരുമകൾ നല്ല രീതിയിൽ ഫസീലക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട ഫസീല കലി തുള്ളുന്നു. എന്താന്നില്ലേ, അവളിങ്ങനെ സുഖിക്കാന്ന് വിചാരിച്ചില്ലേ? എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഓള് സുഖിക്കുകയാണ്. ആഹാ, അതിന് ഞാൻ സമ്മതിക്കില്ല. അതും എൻ്റെ മക്കളെയും കൊണ്ട്. എന്താ അവളുടെയൊക്കെ ഒരു സുഖം, അവളുടെ ഒരു നിലവാരം എന്താ? അത് ഞാൻ ഒട്ടും സഹിക്കില്ല. എന്നാൽ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന ഫസീല, എന്താടി നിനക്ക് ഒരു രാവിലെ തന്നെ ഒരു ഇളക്കം ഇന്ന്? ഒന്നുമില്ല, എനിക്ക് ഒരിടം വരെ പോകണം. എങ്ങോട്ട്? അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് പോയേ മതിയാകും. എങ്ങോട്ട് നീ പോകുന്നത്? അവർ പോകുന്നതിന് മുമ്പ് അവരങ്ങ് അതിന് തടസ്സം സൃഷ്ടിക്കണം. സമ്മതിക്കില്ല ഞാൻ. എൻ്റെ മക്കളെയും കൊണ്ടായിരിക്കും പോക്ക്. ഓഹോ, അതങ്ങ് ഇല്ലാതാക്കിയാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. ഫസീലയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ. എന്നാൽ അവളുടെ കൂടെ ജീവിക്കുന്ന അയാൾ പറയുന്നു, എന്താ പെണ്ണേ നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇന്നെന്ത് രാവിലെ തന്നെ ഫോൺ കോളും വോയിസും വാട്സപ്പും എല്ലാം കൂടെ? കാര്യമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. നോ പ്രോബ്ലം. എനിക്കിന്ന് പുറത്ത് പോകണം. അത്യാവശ്യമായിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറി പറ്റണം എന്നുള്ള ചിന്തയായിരുന്നു ഫസീലക്ക്. അവർ പോകുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ഇങ്ങ് കൊണ്ടുവരണം. എന്നിട്ട് അവർക്കെതിരെ കേസ് കാര്യങ്ങൾ അതെല്ലാം. ആഹാ, അവരങ്ങനെ അങ്ങ് സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരുടെ വിചാരം എന്താ, ഫസീല ഇത്ര മണ്ടിയാണെന്നോ? വെറുതെ ഒന്നല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓഹോ, അവരിപ്പോൾ മക്കളെ കൊണ്ട് സുഖിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോവുകയാണത്രേ. എൻ്റെ ഭാഗ്യങ്ങളാണ് അവൾ തട്ടിയെടുത്തത്. എനിക്കുള്ള സുഖവും സൗകര്യവുമാണ് അവൾ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നത്. അതൊരു പാവപ്പെട്ട എച്ചിൽ നിന്ന് കഴിയുന്ന വീട്ടിലെ ഒരു പെണ്ണ്. ആണുമില്ലല്ലോ അവൾക്ക് ഒന്നുമില്ലെങ്കിൽ. ഹയ്യേ, ഫസീലയുടെ മനസ്സിൽ ഒരുപാട് വിഷവിത്തുകൾ വീണ്ടും മുളക്കുന്നു. ഇല്ല, സമ്മതിക്കില്ല. അവരൊരൊറ്റെണ്ണത്തിനെയും വെറുതെ വിടരുത്. ഷമ്മാസ് എൻ്റെ ജന്മകാല ശത്രുവാണ്. അവനെയും വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞൊന്നും അവൻ അനുസരിച്ചില്ല. അവനും കെട്ടി ആ 2ാം കെട്ടുകാരിയെ. ഇപ്പോഴിതാ ജ്യേഷ്ഠനും വീണ്ടും കെട്ടി. അയ്യേ, നാണമില്ലാത്ത വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും ഞാൻ വെറുതെ വിടില്ല. അവർക്ക് ഫസീലയോടാണ് കളി. പക്ഷേ ഫസീലയെല്ലാം അറിഞ്ഞപ്പോഴേക്കും അല്പം വൈകിപ്പോയിരുന്നു. തലേ ദിവസം ജമീലത്താത്തയുടെ കാര്യമായ ഇടപെടലുകൾ കൊണ്ടുതന്നെ ആ ന്യൂസ് ഫ്ലാഷായില്ല. അതല്ല, നാളെ എൻ്റെ മോനും മക്കളൊക്കെ പോവാണ് ഗൾഫിക്ക്, സൗദിയും പോകുന്നുണ്ട് എന്നെങ്ങാനൊരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്തായാലും ആ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ഫസീലക്ക് വിവരമറിയും. അവർ അവിടെ എത്തും. ഒന്നിനും സമ്മതിക്കാത്ത രീതിയിൽ അവൾ ആ ഒരു രംഗം ആകെയങ്ങ് വഷളാക്കും. എന്തൊക്കെ തന്നെയാലും അവൾ അവിടെ നിന്ന് ഇറങ്ങിത്തെരിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. പുത്തൻ വീട് തറവാട്ടുകാർ അങ്ങനെ അങ്ങ് സുഖിക്കണ്ട, അതിനെ സമ്മതിക്കില്ല. രണ്ടും കൽപ്പിച്ച് ഫസീല അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കയറി ചെല്ലട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. നേരെ അവൾ ഒരു ഓട്ടോ വിളിക്കുന്നു. അവളുടെ ആദ്യ ഭർത്താവിൻ്റെ കൃത്യമായ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഓട്ടോ പിടിച്ച് നേരെ ഫസീല ആ വീട്ടിലേക്ക്. ഗേറ്റിൻ്റെ മുമ്പിൽ വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നു. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ഇതെന്തു പറ്റി? ഭാഗ്യം, ലോക്ക് ചെയ്തിട്ടില്ല. അവൾ ഓട്ടോക്കാരനുള്ള ക്യാഷ് കൊടുത്തു. അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ഗേറ്റിനുള്ളിൽ പതുക്കെ അവൾ കയറിക്കൂടി. വീടാകെ ശൂന്യം, ഒന്നുമില്ല. പഴയതിനേക്കാളും ഒന്നുകൂടെ വൃത്തിയും ഭംഗിയുമുണ്ട്. മനോഹരമായിട്ടുണ്ട് എല്ലാം നല്ല ഒതുക്കവും അച്ചടക്കവും. എന്തൊക്കെ വീട് കണ്ടിട്ട് കുറേ ആയി, ഒറ്റെണ്ണത്തിനും കാണുന്നില്ലല്ലോ. എൻ്റെ മക്കളെവിടെ? എനിക്ക് അവരെയാണ് വേണ്ടത്. ആ മക്കളെ എനിക്ക് കിട്ടണം. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റുഭാഗത്തുമായി ഫസീല നടന്നു നോക്കുന്നു.
ഇല്ല, ആരുമില്ല. ഛേ, ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കി. നേരെ അടുക്കള ഭാഗം വഴി ജമീലത്താത്തയുടെ വീട്ടിക്ക് എത്തി. ജമീലത്താത്ത, ആരപ്പത്? പരിചയമുള്ള സൗണ്ട്. ഫസീലേ? ജമീലത്താത്തയെ കണ്ടപ്പോൾ ഫസീല പറഞ്ഞു, എവിടെ നിങ്ങളെ മരുമകളെ? ഓളോ? സത്യം പറഞ്ഞാൽ ഫസീലയെ കണ്ടപ്പോൾ ജമീലത്താത്താക്ക് ഭയമാണ് തോന്നിയത്. പഠിച്ചോനെ, ഇവളെന്തിനാ ഇന്നേരം അങ്ങോട്ട് എഴുന്നള്ളിയത്? റബ്ബേ പഠിച്ചോനെ, എനിക്കാകെ പേടിയാണ്. ഇനി പോലെ എന്തെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുവോ? ഫസീല, ഇജെന്തിനാ ഇങ്ങോട്ട് വന്നത്? ആഹാ, നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണത്. ഒരു വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ അങ്ങനെയാണോ ചോദിക്കുക? അതല്ല, അത് അല്ല താത്ത. ഓട്ടത്തോലൊക്കെ എവിടെ? ഓലും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാതിരിക്കൂരല്ലോ, നിങ്ങളവിടെ സ്ഥിര ആളല്ലേ, അറിയാതിരിക്കുമല്ലോ. ഫസീലയുടെ ശബ്ദം കേട്ട് മരുമകളും അതാ ഇറങ്ങിയിരുന്നു. ഫസീല, ഈ എത്തിയോ? അത് ശരി, ഈ എന്ത് രാവിലെ തന്നെ പോരെ? അല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലേ, അപ്പോൾ അതാ അങ്ങോട്ട് വന്നത്. അത് ശരി, അതന്നെ എന്നോട് പറഞ്ഞത്. ജമീലത്താത്ത പെട്ടെന്ന് മരുമകളുടെ മുഖത്തേക്ക് നോക്കി. അവൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ജമീലത്താത്താക്ക് ഏറെക്കുറെ കാര്യം ഉറപ്പായി. എടി, ഇജെന്തൊക്കെയോ ഓളോട് പറഞ്ഞേക്കണത്? ഞാനോ? ഞാൻ എന്ത് പറയാനേ? ഓളോള് പിന്നെ മാപ്പിളുടെ വീട്ടിലേക്ക് വരാതിക്കുവോ? ഓളെ മാപ്പിളുടെ വീട്ടിലേക്ക് ഓള് വരും, ഓളെ മക്കളും ഉള്ളതാണ്, ഓള് വരും. അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര ചൊറിഞ്ഞു കയറാനേ? ജമീലത്താത്തയെ രണ്ടാളും കൂടി വെച്ചേക്കില്ല എന്ന് തോന്നുന്നു. ജമീലത്താത്ത, നിങ്ങൾ സത്യങ്ങൾ ഒരുപാട് മറച്ചു വെക്കണ്ടേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയണില്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട് ഉള്ളിൽ. സത്യം പറയും, ഓലെടുക്ക പോയത് എനിക്കിത് ഇപ്പം അറിയണം. അറിയില്ല മോളെ, ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയപ്പോലെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പറയാതിരിക്കൂല, ഇങ്ങോട്ട് പറയാത്ത ഒരു സംഭവവും ഇല്ല. പറയണം, സത്യം പറയണം. ഓലെടുക്ക പോയത് എനിക്ക് ഇപ്പം അറിയണം. എന്താ സുഖല്ലേ? ആ ഒരു കോന്തൻ നവാസും മക്കളും പിന്നെ ഏതോ ഒരു ചെറ്റക്കുടലിൽ കഴിഞ്ഞിരുന്ന ഒരു സാധു പെണ്ണും, എന്താ പോലെ സുഖജീവിതം. അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് അത് മതി. രണ്ടാം കെട്ടുകാരൊക്കെ വലിയ ഇഷ്ടമാണ് ചില പെണ്ണുങ്ങൾക്ക്. ഓലെ കൂടെ അങ്ങനെ ജീവിക്കാന്ന് എളിഞ്ഞുകൊണ്ട് നാണല്ലാത്ത വർഗം. ജമീലത്താത്തയുടെ മുമ്പിൽ നിന്നാണ് ഫസീല അതെല്ലാം ഉറക്കെ വിളിച്ചു പറയുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്തുള്ള അയൽവാസികളും അത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഫസീല, പൊന്നു മോളെ, ഇതൊന്നും എൻ്റെ ശബ്ദം കുറക്ക്. ജമീലത്താത്തക്ക് ആകെ ഭയമായിരുന്നു. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാതള്ളേ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവിടുത്തെ ഒരാളാണ്, ഏജൻറ്റാണ്. നിങ്ങളെ മരുമകളെ എൻ്റെ ഭാഗത്തുള്ളൂ. അല്ലാതെ നിങ്ങളൊന്നും ഒരിക്കലും പണ്ട് നിങ്ങളായിട്ട് ഞാൻ കുറേ തല്ലുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ വരും ഭക്ഷണത്തിന് എന്തിനും. ഇത് ഞാൻ കുറേ എതിർത്തേക്കണേ. എനിക്ക് നിങ്ങളെ സ്വഭാവം ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്. അതെ, സത്യം പറഞ്ഞോളൂ. നിങ്ങളെ എൻ്റെ അടുത്ത് നിന്ന് കിട്ടാതെ ഇരിക്കണേ. ഇപ്പോൾ സത്യം പറഞ്ഞോളി. നിങ്ങൾക്ക് എന്താ പോലും തന്നിക്കണത്? ഒന്നും പറയാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ? എന്തെങ്കിലും തന്ന് മയക്കിക്കണം നിങ്ങളെ. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം. നിങ്ങൾ ആൾ കൊള്ളാല, നല്ല വിളവത്തിയുള്ള നിങ്ങൾ. ഒന്നുമില്ല, എത്ര പ്രായമായില്ലേ. അവരെവിടേക്ക് പോയത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. ദേ തള്ളേ, വല്ലാതെ ചിലക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ അതാ ജമീലത്താത്തയുടെ മരുമകളും വരുന്നു. ഒന്നാണ് പറഞ്ഞൂടെ നിങ്ങൾക്ക്. നിങ്ങൾ എന്തിനാ ഒളിപ്പിച്ച് വെക്കണം? ആരെ നിങ്ങൾ നന്നാക്കണത്? നിങ്ങൾക്കല്ലേ ഇവിടുത്തെ പോലെക്കാലം സ്നേഹം ഓലെ തന്നെയാണ്. നിങ്ങൾ ആരെ നന്നാക്കണേ? മര്യാദക്ക് പറഞ്ഞോളി. നിങ്ങൾ പ്രായമായി വരികയാണ്. ഞങ്ങൾ രണ്ടാം കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. വേണ്ടാത്തിന് നിങ്ങൾ നിൽക്കണ്ട. മരുമകളുടെയും ആ ഭീഷണി കേട്ട് അവർ ശരിക്കും കരയുന്നു. എനിക്കറിയായിട്ടാണ്, അറിയണാണ് ഞങ്ങൾക്ക് പറയും. അറിയാതിരിക്കൂല, സത്യം പറയും. ഓലെടുക്ക് പോയത് എന്തിനോ വേണ്ടി ഒരു പോയതാണ്. വീടടക്കി അങ്ങനെ പോവില്ലല്ലോ. രണ്ടുപേരും അതാ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ജമീലത്താത്ത കിടന്ന് കരയുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ തൊള്ള പൂട്ടിയോടെ നിന്നോളി. അയൽവാസികളൊക്കെ വിളിച്ച് കൂട്ടണ്ട നിങ്ങൾ ഓരോന്നിനെ. നിങ്ങൾ സത്യം നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞോളൂ. എന്തിനാ നിങ്ങൾ അതിന് കൂട്ടിക്കണേ ഓല കൂട്ടത്തിൽ? പാവം ജമീലത്താത്ത നല്ല രീതിയിൽ സങ്കടപ്പെട്ട് പേടിച്ചിരിക്കണം. റബ്ബേ, രണ്ട് ഭാഗത്തും മല പോലത്തെ രണ്ട് മരുക്കൾ, വലിയ തടിയും വലുപ്പമുള്ള സൈസ്. ഫസീലൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് തടിച്ച് കൊഴുത്തിക്കണം. കണ്ടാൽ തന്നെ പേടിയാകും. ആ രീതിയിൽ പഠിച്ചോനെ റഹ്മാൻ, ഇവലടിയിൽ നിന്നുണ്ടല്ലോ റബ്ബേ, ഒരു കുട്ടീനെ സഹായിക്കാമല്ലോ. പെട്ടെന്ന് മക്കൾ ഓടി വരുന്നു. ഉമ്മമ്മ, എന്തോ ഉമ്മമ്മാനെന്തിനാ നിങ്ങൾ ചീത്ത പറയണത്? കുട്ടികൾ പറയുന്നു. ഒന്നുകൊണ്ട് മാറി നിൽക്കടി. എന്താന്നില്ലേ ഉമ്മമ്മ ഓല കൂട്ടത്തിൽ കൂടി മനുഷ്യനങ്ങടെ ഇടങ്ങാറാക്കണം ഇവിടെ. അന്ന് ഇന്നെ വന്ന് കുറേ തള്ള ചീത്ത നിൽക്കണ്. ആയിഷുമ്മ
ഓരോന്ന് കാട്ടിക്കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഏത് നേരം ഔട്ടായിട്ട് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ല. ജമീലത്താത്തയുടെ മരുമകളും ഐഷത്തിയുടെ മരുമകളും എല്ലാം രണ്ടും നല്ല സ്ട്രോങ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ജമീലത്താത്ത അവിടെ നിന്ന് ആകെ വിഷമിച്ചു എന്ന് തന്നെ പറയാം. അതെ, ഞാനിവിടെ കുറേ നിൽക്കണില്ല, അവിടേക്കാണ് ഞാൻ വന്നത്. പുത്തൻ വീട് തറവാട്ടിലേക്ക്. അവിടെ എല്ലാവരും അടച്ചുപൂട്ടിയൊക്കെ ടൂർ വെക്കണം തോന്നുന്നുണ്ട്. അതെ, ഫസീല ഇന്ന് പോവില്ല കേട്ടോ. ഫസീല പോയാൽ ഇനിയും വരും. ഫസീലക്ക് വയ്യറിയാം. ഫസീല വന്നിരിക്കും. ഫസീലൻ്റെ മക്കൾ കൊണ്ടുപോയിരിക്കും. ഓർത്തോളി, നിങ്ങൾ നല്ലോണം കരുതിക്കോളി. നിങ്ങളാണ് പോലെ കേടുവരുത്തുന്നത്. എന്ത് കേടുവരുത്തൽ? അല്ല, നിങ്ങളാണ് അതിൻ്റെ ഏജൻറ്റ്. പറയാതിരിക്കുന്നു നിങ്ങൾ തന്നെയാണ്. എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. തള്ള പറഞ്ഞിട്ടുണ്ടാവും പറയരുതെന്ന് ആരോടും. അതുകൊണ്ടാണ്. ഇല്ല മോളെ, എനിക്ക് അറിയായിട്ടാണ് പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫസീല ഇന്ന് പോകുന്നു, പക്ഷേ നാളെയും ഫസീല വരും എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ. മക്കളെ കൊണ്ടുപോകണ വെറുതെ എന്നല്ല, കൊണ്ടുപോയിട്ട് ഞാൻ ബാക്കിയുള്ളവർക്കെതിരെ കേസ് കൊടുക്കും. എൻ്റെ മക്കളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. അത്ര സുഖമായി തന്ത ഒന്നും നിൽക്കണ്ട. കേസ് കൊടുത്തിട്ടേ ഇറങ്ങും. മൂപ്പരെ വക്കീൽ നോട്ടീസ് അയച്ചിക്കണം എനിക്ക്. എവിടെ? ഫസീല ഒപ്പിട്ടെങ്കിലല്ലേ അതങ്ങ് ഒഴിവാവുള്ളൂ. അല്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമല്ലോ. തൽക്കാലം ഫസീല ഒപ്പിട്ട് കൊടുക്കൂല. അതിന് ഒപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. പിന്നെ എനിക്ക് കയറി ഇറങ്ങാൻ പറ്റൂല ഇവിടെ. എൻ്റെ മക്കളെ കൊണ്ടുപോകണം. എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഓലെ കൊണ്ട് കുറച്ച് പണിയുണ്ട്. എന്നിട്ട് ഓരോന്നിനും ഞാൻ ജയിലിൽ കയറ്റും. ഒറ്റ ഒന്നുമില്ലാതെ ജയിലിൽ കയറ്റും, അത് ഉറപ്പാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല. ഫസീലാനെ അറിയില്ല. ഫസീലാൻ അങ്ങനെ മൂലക്കിലാക്കിയിട്ട് എല്ലാവരും സുഖമായി ജീവിക്കാണ്. തന്ത വേറെ പെണ്ണ് കെട്ടലും എന്തൊക്കെയായിരുന്നു. പാസ്പോർട്ട് കിട്ടിയെന്നോ എന്തൊക്കെയല്ല പറഞ്ഞു കേട്ടിരുന്നത്. ഇനി അതിനുള്ള പുറപ്പാടെങ്ങനെ ഗൾഫ് അങ്ങനെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കി പണി ഞാൻ അവിടെ എടുക്കും. എനിക്കുണ്ട് പാസ്പോർട്ടൊക്കെ. ടിക്കറ്റ് എടുത്ത് പിന്നാലെ ഞാൻ പോകും. എന്നിട്ട് പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും അവിഹിതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരങ്ങ് സുഖിക്കണ്ട. ഒരുപാട് ഇളകിക്കൊണ്ട് അതാ ഫസീല അവിടെ നിന്ന് ഇറങ്ങുന്നു. ഫസീല മോളെ ഒന്നും വേണ്ടാതെ ആൾക്കാർ കേൾക്കും. എന്തിന്? അപ്പോഴേക്കും അയൽവാസികൾ, എന്താടി അവിടെ ഒച്ചപ്പാട്? താത്ത, എന്താ അവിടെ വലിയ ഒച്ചപ്പാട്? അതോ അതാരാ? അതവിടുത്തെ നവാസിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളല്ലേ? ആദ്യത്തെ പെണ്ണുങ്ങൾ. അത് കേട്ടപ്പോൾ തന്നെ ഫസീല തിരിഞ്ഞെന്ന് ചോദിച്ചു, ആരാടി ആദ്യത്തെ പെണ്ണുങ്ങൾ? ആദ്യത്തെ ഉപ്പത്തൊക്കെ ഞാൻ തന്നെയാണ്. ഫസീലയെ അധികം ആളുകൾക്കൊന്നും അവിടെ ഇഷ്ടമേ അല്ല. അവളുടെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നു. പുത്തൻ വീട് തറവാട് തീഞ്ഞാടും. ഒന്നിനും മടിക്കാത്താണ്. ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല. അത്രക്കും നശിച്ചു പോകണം ഇവിടെ. അത്രക്കും വൃത്തികെട്ട കുടുംബമാണിത്. ഐഷത്യം മരുമക്കളും എന്താന്നില്ല. ഒന്ന് വന്ന രണ്ടാം കെട്ടുകാരി, രണ്ടാം കെട്ടുകാരനെ ആദ്യത്തെ പെണ്ണിനെ കെട്ടിക്കുന്ന ആണല്ലാത്ത വർഗം. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുള്ളൂ. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈസലിനെ ഇടയ്ക്കിടെ അപമാനിക്കാനും ഫസീല തയ്യാറാണ്. ഫൈസൽ എന്നുള്ളൊരുത്തൻ മറ്റുള്ള പെണ്ണുങ്ങളെ കൂടെ ഇരുന്നു ഓൻ്റെ പരിപാടി. നുസൈബ എന്ന് പറഞ്ഞ പെണ്ണിനെ ഒഴിവാക്കിയിട്ട്. എന്തൊക്കെ തന്നെയാലും ആ ചെക്കൻ ആ രണ്ടാം കെട്ടുകാരിയെ കെട്ടില്ലോ. ആ ഷമ്മാസ് എൻ്റെ കണ്ണിന് നേരെ കണ്ടൂടാ ഓലെ. ഉറക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അതാ ഫസീല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനിടയിൽ പുറത്ത് വച്ചിരിക്കുന്ന ചെടിച്ചട്ടിയും കാര്യങ്ങളും എല്ലാം അവൾ കാലുകൊണ്ട് തട്ടിയിടുകയാണ്. ചെടി വളർത്തുകാരൻ എന്താ വൃത്തിയും വെടുപ്പൊക്കെ. ഒക്കെ തട്ടിയിട്ട് കേടുവരുത്തിയിട്ട് ഞാൻ പോകുള്ളൂ. അല്ലാതെ പുതുതായി കുഴിച്ചിട്ട സൗദ നട്ടു നനക്കുന്ന ആ ഒരു ചെടികളെല്ലാം അവൾ വലിച്ചെറിയുന്നു. ചെടിച്ചട്ടിയെല്ലാം തട്ടിയിടുന്നു, ചെടികൾ പറിച്ചിടുന്നു. ഒരു ഭ്രാന്തിയുടെ പോലെ തന്നെ ഇവരിങ്ങനെ വീടിങ്ങനെ അത്രക്കും വൃത്തിയായി ശുദ്ധിയായി വെച്ചേക്കുക. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമായി കഴുകി വൃത്തിയാക്കിയ മുറ്റത്തിലൂടെ ചെടിച്ചട്ടിയിലുള്ള മണ്ണവൾ കുടയുന്നു. ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് പോകുന്നതിനിടയിൽ രൂക്ഷമായി വീടിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഓരോന്ന് പുലമ്പുകയാണ്. ഒരു ഓട്ടോറിക്ഷ എനിക്ക് കിട്ടണം. അവരങ്ങനെ സുഖിക്കണ്ട. നാളെയും വരും. എൻ്റെ മക്കൾ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണവരെ ഞാനിവിടേക്ക് വന്നിരിക്കും. ഓല എന്നെ പേടിച്ചിട്ട് രക്ഷപ്പെട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് വിടില്ല ഞാൻ. പെട്ടെന്ന് ഒരു ഓട്ടോ അതിലൂടെ പോകുന്നു. കൈകാട്ടി നിർത്തിയില്ല. വീണ്ടും അതാ പോകുന്നു. എന്തൊക്കെ തന്നെയാലും അവൾ ഓട്ടോയിൽ കയറി പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. എങ്ങോട്ടേ മേഡം? അവളൊന്നും മിണ്ടുന്നില്ല. മേഡം നിങ്ങളെന്താ കേൾക്കുന്നില്ലേ? അത്
അവൾ നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അവളുടെ ചിന്ത മുഴുവൻ പുത്തൻ വീട്ടിൽ തന്നെയായിരുന്നു. ഇവിടെയാണ് കിടക്കുകയാണ് വേണ്ടത്. വരുവോളം ഇവിടെ കിടക്കുക, കിടന്നുറങ്ങുക, എൻ്റെ റൂമൊക്കെ കയറി കൂടണം. അതാണ് എൻ്റെ ലക്ഷ്യം. നാളെ ഞാൻ വരും, എൻ്റെ റൂമിലേക്ക് കയറും. പക്ഷെ വാതിലടച്ച് പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിച്ചിട്ട് കയറണമെന്ന് വിചാരിച്ചാണ്. അതെ, അങ്ങനെ ഒരു സുഖിക്കണ്ട. നവാസിൻ്റെ ആ റൂമിൽ, എൻ്റെ റൂമിൽ പോയി കിടക്കണം. എനിക്ക് ആ ബെഡ് തന്നെ കിട്ടണം എൻ്റെ കുട്ടികളുടെ കൂടെ. അല്ലാതെ ഒരിക്കലും മറ്റോൾക്ക് ഞാനത് വിട്ടുകൊടുക്കൂല. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഫസീല പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴതാ നവാസും ഫൈസലും ഫാമിലിയും എല്ലാവരും കൂടി എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവർ എയർപോർട്ടിൽ നിന്ന് കുറച്ച് സമയം വിമാനം കാണുവാൻ വേണ്ടി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. പിന്നെ ചെറിയ രീതിയിൽ ഒന്ന് കറങ്ങുവാനും പോയി. പിന്നെ അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക്. മോനെ, ഉച്ചക്കാകുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ നമുക്കണ്ട് പോവുക, അതുതന്നെ ആയിരിക്കും ഇനി നല്ലത്. ഉച്ചഭക്ഷണമൊക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ പാർസൽ എന്തെങ്കിലും വാങ്ങിക്കോളി. അങ്ങനെ ഫുഡെല്ലാം അവർ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ ഗേറ്റ് പാതി തുറന്ന നിലയിൽ. ഇവിടെ പാരാ? വണ്ടി ഷമ്മാസ് അകത്തേക്ക് കയറ്റിയപ്പോൾ ഉമ്മ, ഇതെന്താ? നമ്മുടെ ചെടിച്ചട്ടിയും ചെടികളൊക്കെ ആകെ മുറ്റത്തൊക്കെ ആകെ വിതറി കിടക്കുന്നല്ലോ. ഇതെന്ത് പറ്റി മോനെ? ഇതെന്താ ഇത്? പൂച്ച എങ്ങനെ തട്ടിമറിച്ചോ? പൂച്ച എങ്ങനെ തട്ടിമറിക്കൂലല്ലോ. അതിപ്പോൾ ഇത്രയും കാലമുള്ള പൂച്ച എന്നല്ല ഇവിടെ. പൂച്ച എന്നല്ല, പിന്നെ ഇപ്പം എന്താ ഇത്? ഇത് വേറെന്താ? മനുഷ്യന്മാർ ജന്തുക്കൾ കാട്ടുണ്ടെ ഇങ്ങനെ ഗേറ്റ് തുറന്ന് ഇങ്ങനെ കാട്ടൂല. ജന്തുക്കളല്ല, മനുഷ്യന്മാർ തന്നെയാണിത്. ഷമ്മാസ് നേരെ ഇറങ്ങി. ഉമ്മ, ഇത് കണ്ടില്ല, ഇത്രയും ദൂരത്തേക്ക് ഈ ഒരു ചെടിയൊക്കെ പിഴുതെറിയണമെങ്കിൽ അത് സൗദത്തെ കുഴിച്ചിട്ട് കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട്. പൂക്കൾ വിരിയാനായതും നല്ല ഭംഗിയായിരുന്നു. അവരത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതായിരുന്നു. മോനെ, എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ ആരും വന്നിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി അവരെല്ലാവരും നടന്നു നോക്കുന്നു. അവിടേക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ചെടികളാണ് കൂടുതലും കേടുവരുത്തിയിട്ടുള്ളത്. മുറ്റത്താണെങ്കിൽ ആകെ വാരി വിതറി കിടക്കുന്നുണ്ട്. മോനെ, എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടല്ലോ. ഫൈസൽ അങ്ങോട്ട് വന്നു. എന്തോ ഉമ്മ പ്രശ്നം? ഇവിടെ എന്തൊക്കെയാണ്? ഇതെന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? മോനെ, എനിക്കറിയില്ല. ഇവിടെ ആരൊക്കെയോ. ഉമ്മ പോലീസിനെ വിളിച്ചാലോ? വേണ്ട മോനെ, ഇപ്പോൾ വിളിക്കണ്ട, നമുക്ക് നോക്കുക. ഇവിടെ അയൽവാസികളിപ്പോൾ ഇനിയിപ്പോൾ ജമീല താത്താൻ്റെ വേണ്ട. അങ്ങനെ വീട്ടിൽ അത് ഒച്ചപ്പാടും ബഹളവും ഒക്കെ തുടങ്ങിയപ്പോൾ ജമീല താത്ത അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അവരെത്തിക്കണതുകൊണ്ട് എവിടെയിരുന്നു അവ? പഠിച്ചോനെ. ജമീല താത്ത പതുക്കെ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഐഷമ്മയുടെ അടുക്കലേക്ക്. ഐഷത്ത, ആ ജമീല, ഞാൻ എന്നൊന്ന് കാണണം വിചാരിച്ച് നിൽക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കാജ്, ഇവിടെ ഒന്ന് വന്നോക്കാം. എന്ത് താത്ത? ഒന്നും ഇങ്ങോട്ട് നോക്കിക്കാളെ. ഇവിടെ മിറ്റും ഇതൊക്കെ കാട്ടി വെച്ചിക്കണത്. ആരെവിടെ കടന്നേൻ്റെ എങ്ങാനും കേട്ടീനാ? ജമീല താത്ത ഒരു നിമിഷം ഭയന്നു. പഠിച്ചോനെ, നിങ്ങളെ മരുമകൾ ഫസീലാണ് വന്നതെന്ന് പറയുവാൻ അവൾ മടിച്ചു. പഠിച്ച റബ്ബേ, ഇതെന്തൊക്കെ കാട്ടി കൂട്ടിക്കണേ മിറ്റും ഇതൊക്കെ? ആകെ ആ സൗദ നനച്ച് നട്ടുണ്ടാക്കുന്ന ചെടികളും കാര്യങ്ങളും അതൊക്കെ ആകെ അങ്ങോട്ട് വലിച്ച് വാരിയിട്ട് ആകെ മുറ്റത്തൊക്കെ ചെടിച്ചട്ടി പൊട്ടിച്ചും ഇതൊക്കെ കാട്ടി കൂട്ടിക്കണം. എന്താ അവിടെ കാട്ടിയത് എനിക്ക് അറിയണില്ല എൻ്റെ ജമീല. എന്താ ഞാൻ താത്ത, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷേ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും. എന്തിനു കുറ്റപ്പെടുത്തണം? എന്നെ ഒരു കുറ്റപ്പെടുത്തണം ഞങ്ങളില്ലല്ലോ. ജി പറഞ്ഞോ താത്ത, നിങ്ങളെ മരുവള് ഫസീല വന്നിരുന്നു ഇവിടെ ആകെ തിരഞ്ഞെടുന്ന് അങ്ങോട്ട് വന്നീനു. പലതും വിളിച്ച് പറഞ്ഞു. കുട്ടികളെ കൊണ്ടുപോകാൻ വന്നാണ് ഞാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ താത്ത നിങ്ങൾ എവിടേക്കായിരുന്നു പോയിന്റ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മോളെ, എനിക്കറിയില്ല പറഞ്ഞിട്ട് കേൾക്കില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ കരുതി കൂട്ടി വെക്കുകയാണ്, നിങ്ങൾ ഓലെ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറഞ്ഞു. എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയാണ് പോയത്. എനിക്ക് സമാധാനമില്ലായിരുന്നു. ഞാൻ ആകെ പേടിച്ച് വെറിച്ച് ഇടങ്ങാറായി നിൽക്കുകയായിരുന്നു. ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇന്നലെ രാത്രി കൊടുത്തയച്ച ഫുഡും കാര്യങ്ങളും അതൊക്കെ കണ്ടൊരു പക്ഷേ നിങ്ങളെ മരുവളെവിടെ? ഓളൊന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ വേണ്ട. നേരെ ജമീല താത്ത അതാ മരുമകളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. എടി, എന്താ ഇവിടെ? ഉമ്മ അങ്ങോട്ട് വന്നോ? ഇവിടെ വന്നാ ഇജെന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫസീലൊക്കെ അറിയിച്ചു കൊടുക്കുന്നുണ്ടോ? ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു തോന്നിയത്. തള്ളേ, നിങ്ങളെ മരുക്കളോടൊന്നും കാട്ടണമാർ എന്നോട് കാട്ടരുതിട്ട്. നിങ്ങൾ ഫസീലാനെ കുറേ കടുപ്പം കാട്ടിക്കണം വിചാരിച്ചിക്കണം, എന്നോട് കാട്ടാൻ പറ്റൂല കേട്ടോ. അഥവാ കാട്ടിയാൽ തന്നെ ഉണ്ടല്ലോ
ഞാൻ നിങ്ങളെക്കുറിച്ചേ വേണ്ടാത്തിന് നിങ്ങൾ നിൽക്കേണ്ട കേസ് ഞാൻ കൊടുക്കും. അല്ല, എനിക്കന്ന് വ്യക്തമായൊന്ന് ചോദിച്ചറിയാണ്ട് സത്യം പറയും. എന്തെങ്കിലും കാര്യങ്ങൾ ഇജ്ജ് ഫസീലാനോട് ഇവിടുത്തെ പറയുന്നുണ്ടോ? ഇജ്ജ് എന്തിനാ ആവശ്യമില്ലാത്തതിന് ഇടപെടണേ? അനക്ക് ഇന്നാളെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? നിങ്ങളെ പേടിച്ച് നിങ്ങളെ മരുക്കൾ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കൂല കേട്ടോ. ഞാനേ വേറെ വകുപ്പാണ്. എനിക്കറിയാം ഇജ്ജും ഫസീലൊക്കെ ഒരേ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ ഇജ്ജ് നല്ല ഉഷാറാണല്ലോ. ഇജ്ജ് ഓളും അങ്ങനെ തന്നെ. പിന്നെ വേണ്ടാത്തതിന് നിൽക്കണ്ട. സത്യം പറഞ്ഞോ? ഇജ്ജ് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തത്? എന്ത് നിർദ്ദേശം നിങ്ങളീ പറയണത്? നിങ്ങൾ വേണ്ടാത്തവരൊന്നും വിളിച്ച് വീട്ടിൽ ഒന്ന് പറയരുതിട്ടോ. ഒന്ന് പൊയ്ക്കാണി ഇവിടുന്ന്. ഐഷമ്മയെ നല്ല രീതിയിൽ അവൾ ചീത്ത പറയുന്നു. കേട്ടുകൊണ്ട് ഷമ്മാസ് വരുന്നു. ഉമ്മ ഇങ്ങോട്ട് പോന്നാണി. ഉമ്മ മോനെ പോവില്ല. ഇവളാൾ ശരിയല്ല. ഇവളാണ് ഓരോ ഏതുണ്ടാക്കണത്. സത്യം പറയടി, ഈ ആണോ അവിടെ മുറ്റത്തൊക്കെ ചെടി എന്തൊക്കെ തട്ടിട്ടത്? ഞാനോ? എനിക്ക് തന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? നിങ്ങളെ പെരേക്ക് ഞാൻ ചവിട്ടൂല. എനിക്ക് ജീവണ്ട്. നിങ്ങൾ നോക്കിക്കോളി. സത്യം പറഞ്ഞാൽ ആകപ്പാടെ ഒരു പ്രശ്നങ്ങൾ, വലിയൊരു പ്രശ്നത്തിന് വേണ്ടി അവൾ തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി ജമീലത്താത്തിയുടെ മരുമകൾ കൂട്ടുനിൽക്കുന്നുണ്ട്. ഐഷമ്മക്ക് ആകെ കരച്ചിലായി. പഠിച്ചോനെ, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? അറ്റങ്ങളാണ് കയറിയിട്ടുള്ളൂ. അപ്പോത്തിന് താത്ത ഇന്നലെ ഫസീല വന്നിരുന്നു കേട്ടോ. വന്ന് കാണ്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളും ഇതൊക്കെ ആയിട്ട് അയൽവാസികൾ വരെ വന്ന് ചോദിച്ചു. തന്നെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓളായിരിക്കും. ഞാൻ പറയണില്ല. ഓലല്ലേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ. ഇനിയും വരും, പോവില്ല. എൻ്റെ മക്കളെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കണ്. താത്തങ്ങൾ ബേജാറായില്ല, പേടിക്കല്ലേ. ഏതായാലും സൗദനങ്ങളൊന്നാണ്ട് ഒളിപ്പിച്ച് വെച്ചാളേ, അല്ലെങ്കിൽ ഓളെ നേരെ കൊടുക്കും. മക്കളെ ഒന്നാണ്ട്. അല്ലെങ്കിലേ ജമീല, സൗദനെ ഒളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓല് പറന്നിക്കണ്. ഓലങ്ങ് ദുബായിലെത്തി. ഓല് ഫ്ലൈറ്റിലായിരിക്കും ഇപ്പോൾ. 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഓല അവിടെ ഇറങ്ങി. താത്ത തന്നെ സത്യമായിട്ടും? സത്യമായിട്ടും. എന്നാ ഇനി സമാധാനമായി. ഇനിയിപ്പോൾ ഫസീല ഓല പിടിക്കാനൊന്നും വരൂരല്ലോ. ഇല്ല, പക്ഷേ ഓളെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ലാതെ ഇതിനൊക്കെ കേസ് കൊടുക്കേണ്ടതല്ലേ? ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒരു വീട്ടിലൊന്ന് കാട്ടാൻ പാടുണ്ടോ? അതെ, സൗദന് ഓൾക്ക് ഇനി കിട്ടൂല. മക്കളെയും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ഓള് എന്തൊക്കെയായിരുന്നു? അപ്പം ജമീല, ഞാൻ കുറച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അത് യാഥാർത്ഥ്യമായി എന്ന് പറയാം. കാരണം എൻ്റെ മക്കളെ കടുപ്പം കാട്ടിയിട്ട് ഓള് ഞങ്ങൾക്കെതിരെ കേസ് എടുക്കാനൊക്കെ നിൽക്കായിരുന്നു. അതേന്ന് ഞാൻ കണ്ട സ്വപ്നം. അപ്പോൾ സ്വപ്നങ്ങളൊക്കെ ശരിയായിക്കണേ. ഏതായാലും പടച്ച റബ്ബ് കാത്തു. അതിനു മുമ്പ് എൻ്റെ നവാസും സൗദി മക്കളും അവർ ഗൾഫിക്ക് പോയി. ഇനി ഓലെ കടുപ്പം കാട്ടാൻ ഓൾക്ക് പറ്റൂല. ഓള് വരട്ടെ, ഇവിടെ വന്ന് ഇളകട്ടെ. ഓൾക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം. ഉമ്മ പറയുന്നു. മോനെ കേട്ടില്ലേ? അപ്പോൾ അവരെങ്ങാനും ഗൾഫ് പോയതെങ്ങാനും അതിന് മുമ്പെങ്ങാനും ഓൾ എത്തിക്കണമെങ്കിൽ പെട്ടുപോയിനു. പഠിച്ചോൻ കാത്തു. പഠിച്ച റബ്ബായിട്ടാണ് ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധി തോന്നിച്ച്. ഇന്നലെ രാത്രി ഞാൻ പറയാത്ത ഭാഗ്യം. പറഞ്ഞിക്കണമെങ്കിൽ ഓള് രാവിലെ എത്തി, സുബീക്കൻ രാത്രി തന്നെ എത്തും. അപ്പോൾ തന്നെ എത്തി മക്കളെ പിടിച്ചു വലിച്ചു കൊണ്ടായ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും പഠിച്ച റബ്ബിൻ്റെ കാവലുണ്ട്. ഓള് വല്ലാത്തൊരു സാധനം തന്നെയാണ്. ആ പെണ്ണ് കാട്ടിക്കൂട്ടിയത് കണ്ടില്ലേ? മോളെ നുസൈബ, കരുതിക്കോ, ഒന്നിനും മടിക്കാത്തതാണ് ഓള്. ഫസീല ഇനിയും വരും. എൻ്റെ നവാസെങ്ങാനും അറിഞ്ഞിക്കണമെങ്കിലേ അല്ല, വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ട്. താത്ത ഓള് പറഞ്ഞു വക്കീൽ നോട്ടീസ് കിട്ടി. ഞാനതിൽ ഒപ്പിടൂല. ഒപ്പിട്ടിട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനല്ലേ സമ്മതിക്കൂല സൗദ. അതന്നെയാണ് പറയണത്. എന്തൊക്കെ തന്നെയായാലും പഠിച്ചോൻ കാത്ത് സത്യമായിട്ട് പോയിക്കണോ? പോയത് നന്നായി റബ്ബേ. മറ്റേ സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്നോട്ടെ, ഇവളൊന്ന് ഒതുക്കണേ വരെ അവിടെ നിന്നോട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. ഉമ്മാക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി. പക്ഷേ ജമീലത്താത്തിയുടെ മരുമകൾ കൊടുത്ത ആ ഒരു നിർദ്ദേശം അതല്പം തെറ്റിപ്പോയി, വൈകിപ്പോയി എന്ന് പറയാം. ഭാഗ്യത്തിന് ഇന്നാണ് അവർ പോകുന്നതെന്നൊരു പക്ഷേ അറിഞ്ഞിരുന്നെങ്കിൽ വെച്ചേക്കില്ലായിരുന്നു. ഈ യാത്ര മുടങ്ങുമായിരുന്നു. സൗദിയുടെയും നവാസിൻ്റെയും ദാമ്പത്യ ജീവിതം ആകെ പ്രശ്നത്തിലാകുമായിരുന്നു. പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവൾ രക്ഷപ്പെട്ടു. അവർ ഫ്ലൈറ്റ് ഇറങ്ങുവാൻ ഇനി 1 മണിക്കൂർ കൂടിയൊക്കെ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഏതായാലും അവസരോചിതമായ ആ ഒരു ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ ജമീലയും പോയി പറയും അവർ നാളെ ഗൾഫ് പോവാന്ന്, അങ്ങനെയും പ്രശ്നമാവും. ഭാഗ്യത്തിന് അല്പം മൗനം പാലിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ജമീലത്താത്ത തിരിച്ചു പോയി. താത്ത ഞാൻ പോട്ടെ. മോനെ ഷമ്മാസേ, എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. വിചാരിച്ച പോലൊക്കെ നടന്നു. പക്ഷേ എൻ്റെ കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അൽഹംദുലില്ലാ. ഐഷുമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, നീയായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിപ്പിച്ചത്. ഓളോടെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഓളത് അവിടെ പറയും. പിന്നെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരും. എന്തായാലും പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ നീ കാത്തു രക്ഷിക്ക്. അവരെത്തുന്നിടം
അവർക്ക് നല്ല സന്തോഷവും സമാധാനവും കൊടുക്ക് റബ്ബേ. അള്ളാഹുവേ, ഫസീല എന്ന ആ ഒരു ഷെറിനെ തൊട്ട് പഠിച്ചവനെ കാത്തു രക്ഷിക്ക് ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ മക്കളെയൊക്കെ. ജമീല താത്ത പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഫസീല തട്ടിയിട്ട ആ ഒരു ചെടിച്ചട്ടികളും മണ്ണും കാര്യങ്ങളും അതെല്ലാം വൃത്തിയാക്കുന്നു. ജമീല, ഈ ചെയ്യണമെന്നില്ല, ഓള് നാളെയും വരുമല്ലോ, ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണ്ട താത്ത, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരിക്കലും പറയരുതിട്ടോ, എന്നെ വെച്ചക്കൂല, ഒരു രണ്ടോളം കൂടി എന്നെ കൊല്ലും. അതാണ്. ഇജ്ജൊരു പേടിയും പേടിക്കണ്ട ജമീല, ഒരു പേടിയും പേടിക്കണ്ട. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഫസീല മക്കളെയും തിരിഞ്ഞ് നാളെ വരുമോ ഇല്ലയോ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.